റീസെൻ്റ്ലി ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടു. അപ്പോൾ മലയാളം ബിഗ് ബോസ് സീസൺ 6-ന്റെ 50ാമത്തെ ദിവസമാണ്. അപ്പോൾ കഴിഞ്ഞ സീസണുകളിലെ മത്സരാർത്ഥികളായ പേളി ശ്രീനിഷ്, അതുപോലെ സാബുമോൻ, അതുപോലെ രജിത് സാറ്, ഇവരുടെയൊക്കെ ആശംസകൾ അർപ്പിച്ചുകൊണ്ടുള്ള വീഡിയോ ഒക്കെയാണ് കണ്ടത്. അപ്പോൾ പേളിയും ശ്രീനിഷും രണ്ടാമത്തെ ബേബി നിതാര ബേബി ആയിട്ടുള്ള ഒരു ക്യൂട്ട് വീഡിയോ ഒക്കെ കണ്ടു. സീസൺ 1 ഒരു ക്യൂട്ട് പ്രണയമായിരുന്നു അവരുടേത്. അപ്പോൾ ബിഗ് ബോസ് വീട് അങ്ങനെ സർവൈവ് ചെയ്യുക എന്നുള്ളത് അത്ര ഈസി അല്ല, ഭയങ്കര ടഫാണ്. അത് പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, അകത്ത് പോയി കളിക്കുമ്പോഴേ നമുക്കതിനെക്കുറിച്ചിട്ടുള്ള അറിയൂ. അപ്പോൾ നമ്മളത് വല്ലാതെ എക്സ്പീരിയൻസ് ചെയ്ത ആളുകളാണ്. പക്ഷെ അന്ന് ഞങ്ങൾ വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ച ആൾക്കാർ ഇന്ന് ഞങ്ങളുടെ മക്കൾക്ക് പേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു നല്ലൊരു കോമഡിയൊക്കെ ആയിട്ടായിരുന്നു പേളിയുടെ, അറിയാലോ പേളി എങ്ങനെയാണ് എന്നുള്ളത്. പക്ഷേ അവരുടേത് കാണാൻ അന്ന് നമ്മളെന്താ പറയുക, അതൊരു ട്രൂ ലവ്, അത് കാണാൻ തന്നെ നമുക്കൊരു വൈബ് ഉണ്ടായിരുന്നു. അന്ന് ഒരുപാട് പേര് സീസൺ 1 പേളി ഫേക്കാണ് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പേളി ഫസ്റ്റ് വരാതിരുന്നത്. പക്ഷെ അവർ ട്രൂ ആണ്, അവരിപ്പോഴും ട്രൂ ആയിട്ട് അവർ മാത്രമേ ഉള്ളൂ അവരുടെ പ്രണയത്തിൽ. സോ അപ്പോൾ ഞാൻ കഴിഞ്ഞതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആ വീഡിയോയിൽ ഇപ്പോൾ ഈ സീസൺ 6 അവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ആശംസകൾ അർപ്പിച്ചതിലൂടെ എന്താണ് സീസൺ 6 ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലായില്ല. അതുപോലെ രജിത് സാറുണ്ട്. രജിത് സാറിന് സീസൺ 2 അതുപോലെ ഒരു ബൊമ്മയൊക്കെ കിട്ടിയിരുന്നു. അതിനെയും പിടിച്ചുകൊണ്ടാണ്, ചിന്നുമോള് അതിനെയും കൂട്ടി പിടിച്ചുകൊണ്ടാണ് ഇതുപോലെ ബിഗ് ബോസിനെ ഞാൻ പ്രണയിക്കുന്നു, എനിക്ക് ഇഷ്ടമാണ്, ഞാനുണ്ടായിരുന്ന സീസൺ 2 എനിക്ക് വളരെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് കുറേ വാചാലനാവുന്നുണ്ട്. അതുപോലെ ഈ സീസൺ 6 എല്ലാവരെയും ആശംസിച്ചുകൊണ്ട് തന്നെയാണ് അതും പറഞ്ഞത്. അടുത്തത് പിന്നെ സാബുമോൻ്റെ ഒരു വീഡിയോ ആണ് കണ്ടത്. അതുപോലെ 50ാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്ന സീസൺ 6 അഭിനന്ദിച്ചുകൊണ്ട് അങ്ങനെ അവരുടെയൊക്കെ ആശംസകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, 50ാമത്തെ എപ്പിസോഡ് സാധാരണ എല്ലാവരും നോർമലായിട്ടാണ് പോകുന്നത്. അപ്പം സീസൺ 6 ഇതുവരെ ഒരു രാജാവ് ഇല്ല. അങ്ങനെ ഉണ്ടാകാൻ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ, ജനമനസ്സിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരിത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ തന്നെ അത് ഒരുപാട് പേര് ഉദ്ദേശിച്ച രീതിയിൽ വന്നിട്ടില്ല. പ്രേക്ഷകർക്കെല്ലാം അതിൽ അതൃപ്തിയുണ്ട്. ശരിക്കും പറഞ്ഞ് അതിൽ ജിൻഡോയ്ക്ക് നീതി കിട്ടേണ്ട സ്ഥലത്ത് നീതി കിട്ടിയില്ല, അതിനൊരു ക്ലാരിറ്റി ലാലേട്ടൻ കൊടുത്തില്ല, അതിൻ്റെയും കുറച്ച് എല്ലാവരുടെ ഇടയിലും ഒരു അനിഷ്ടമുണ്ട്. സോ ഇതെല്ലാം ചേർന്ന് മേക്കപ്പ് ചെയ്യാനായിട്ട് പഴയ എന്താ പറയുക വിന്നറായിട്ടുള്ള താരങ്ങളും ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉണ്ടാക്കിയ താരങ്ങളും ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥികളുമായ എക്സ് കണ്ടസ്റ്റന്റുകളെ കൊണ്ടുവന്നിട്ട് അഭിനന്ദനം പറയിപ്പിച്ചതായിട്ട് എനിക്ക് തോന്നി. ആശംസകൾ അവരെ കൊണ്ട് പറയിപ്പിച്ചതായിട്ട് എനിക്ക് തോന്നി. അതേപോലെ ഇന്നത്തെ സൺഡേ എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് ക്ലാരിറ്റി കിട്ടണം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന് എത്രത്തോളം ലാലേട്ടൻ ക്ലാരിറ്റി കൊടുക്കും എന്നുള്ളത് അറിയില്ല. അല്ലെങ്കിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന പോലെ ഒരു കാരണം ഫിസിക്കൽ അസോൾട്ട് മെയിനായിട്ട് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചോദിച്ചില്ല, ഇന്നത് ചോദിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. സോ ഇന്ന് അതല്ല, 50ാമത്തെ ദിവസത്തിൻ്റെ നിറവിൽ അതെല്ലാം പോളിഷ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് പ്രേക്ഷകർ വിചാരിച്ചൊന്നും നടക്കാതെ പോകുന്ന ലക്ഷണമാണ് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. ഇതിന് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? അത് താഴെ കമൻറ്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോയുമായിട്ട് അപ്പം നമുക്ക് വീണ്ടും കാണാം. ബൈ.